ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ പിന്നിൽ പോയിരിക്കുന്നു. തുടക്കത്തിൽ ലീഡുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിന്നിലാണ്. 1200-ലധികം വോട്ടുകൾക്ക് പിന്നിലാണ് എന്നാണ് അവസാന റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഈ വാർത്ത പ്രേക്ഷകർ കാണുമ്പോഴേക്കും അതിൽ മാറ്റം വന്നേക്കാം. എന്നാലും ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ പോയി എന്ന ഒരു വാർത്ത, അതിൻ്റെ വിശദാംശങ്ങൾ പറയേണ്ടി വരും എന്ന് ഞങ്ങളാരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതൊരു സത്യമാണ്. ഒരിക്കലും അത് പ്രതീക്ഷിച്ചതുമില്ല. ധർമ്മടത്തെ കാര്യം പിണറായി അല്ലേ, ഒരു കുഴപ്പവുമില്ല, ജയിച്ചുകൊള്ളും. LDF കണ്ണൂരിൽ എവിടെ തോറ്റാലും കേരളത്തിൽ എവിടെ തോറ്റാലും CPM-ന് എന്ത് തിരിച്ചടിയുണ്ടായാലും എന്ത് ഭരണവിരുദ്ധ വികാരമുണ്ടായാലും മുഖ്യമന്ത്രിക്കെതിരെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും പരാതികളും ഉണ്ടായാലും അദ്ദേഹം ധർമ്മടത്ത് എപ്പോഴും തുടക്കം മുതൽ ഒടുക്കം വരെ ലീഡ് ചെയ്ത് ഭേദപ്പെട്ട ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ തന്നെ കരുതിയത്. ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ പരാജയപ്പെട്ടു എന്ന വാർത്ത പറയേണ്ടി വരുമോ എന്ന ഒരു ആശങ്കയിലാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കർമ്മ ന്യൂസ് ടീം. കാരണം അത്രയധികം ജനങ്ങളുമായിട്ടൊക്കെ തന്നെ, ധർമ്മടത്തെ ജനങ്ങളുമായിട്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് ആത്മബന്ധമുണ്ട്. മാത്രമല്ല ധർമ്മടം ഒരു LDF-ൻ്റെ കോട്ടയാണ്. അവിടുത്തെ മിക്ക പഞ്ചായത്തുകളും ഭരിക്കുന്നത് CPM ആണ്, LDF ആണ്. മാത്രമല്ല LDF ഭരിക്കുന്ന പല പഞ്ചായത്തുകളിലും പിണറായിക്ക് വോട്ട് കുറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറയുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിയെ വരെ ധർമ്മടത്തെ ജനത കൈവിട്ടിരിക്കുന്നു, ധർമ്മടത്തെ CPM-കാർ കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണോ ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാകേണ്ടത്. മാത്രമല്ല പറവൂരിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹവും പിന്നിലാണ് എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. അദ്ദേഹവും പിന്നിലാണ് എന്നും പറയേണ്ടി വരും എന്നും നമ്മൾ വിചാരിച്ചില്ല. കാരണം പറവൂരൊക്കെ CPM-ൻ്റെ കോട്ടയായിരുന്നു പണ്ട്. പക്ഷേ സതീശൻ വന്നതിന് ശേഷം UDF-ൻ്റെ ഉറച്ച മണ്ഡലമാണ്, കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമാണ്. അദ്ദേഹം അവിടെ തന്നെ വീണ്ടും മത്സരിച്ചു. അവിടെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്നായിരുന്നു പ്രതീക്ഷ. അവിടെ VD സതീശനും പറവൂരിൽ പിന്നിൽ പോയിരിക്കുന്നു. പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങൾ, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരേപോലെ പിന്നിൽ പോയിരിക്കുന്നു എന്ന ആശങ്കാജനകമായ, അല്ലെങ്കിൽ ഉദ്വേഗജനകമായ, അല്ലെങ്കിൽ നമുക്കാകെ ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളുമാണ് ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിൽ പോയിരിക്കുന്നു. ഇനി മുന്നേറുമായിരിക്കും, ജയിക്കുമായിരിക്കും. പക്ഷേ ഒരു ഘട്ടത്തിലെങ്കിലും അദ്ദേഹം ഒരുപാട് പിന്നിൽ പോയിരിക്കുന്നു. അതുപോലെ തന്നെ VD സതീശനും പിന്നിൽ പോയിരിക്കുന്നു. അദ്ദേഹവും ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും. ലീഡ് ഇന്നലെ ഇങ്ങനെ മാറി മറിഞ്ഞു വരികയാണ്. വ്യക്തമായ ഒരു ലീഡാണ് ഇപ്പോൾ UDF-ന് ഉണ്ടായിരിക്കുന്നത്. 90-നും 100-നും ഇടയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും 94, 95, 96 എന്ന നിലയിൽ UDF ലീഡ് ഉയർത്തിക്കൊണ്ടും ഒക്കെ ഇരിക്കുകയാണ്. ഒരു നല്ല ട്രെൻഡ് തന്നെയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും ഭരണം ലഭിക്കും എന്നുള്ള ആ ഒരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ നിലവാരത്തിലേക്ക് ഈ ഒരു ഇലക്ഷൻ ഫലം പുറത്തു വരികയാണ്. അതനുസരിച്ച് KPCC ആസ്ഥാനത്ത് അടക്കം നേതാക്കളൊക്കെ തന്നെ എത്തി. സണ്ണി ജോസഫ് എത്തി. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വരുന്നു. ആഹ്ലാദാരവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ, വ്യക്തമായ സീറ്റുകൾ നേടിക്കൊണ്ട്, ഒരു 100-നടുത്ത് സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് 2 ടേമിന് ശേഷം തിരിച്ചു വരും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വരും ബുള്ളറ്റിനുകളിലും വാർത്താ ശകലങ്ങളിലും പ്രേക്ഷകരെ അറിയിക്കാം.